നേതാക്കന്മാരുടെ ലിസ്റ്റിൽ നമുക്ക് അന്ത്യചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വക്താക്കളെയും ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ അതിലെ അവതാരകരെയും ഉൾപ്പെടുത്താം. അവർ നിർബന്ധമായിട്ടും വെല്ലുവിളികളും കൊലവിളികളും ഒഴിവാക്കേണ്ടതാണ്. അത് ഇൻസ്റ്റിഗേഷനാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് അതിലൂടെ സംഭവിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നേതാക്കന്മാരെ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ആരാണ് ഈ നേതാക്കന്മാർ? അവർ രാഷ്ട്രീയക്കാർ മാത്രമല്ല, മതനേതാക്കന്മാർ, സമുദായ നേതാക്കന്മാർ, കലാകാരന്മാർ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ഇങ്ങനെ പല തുറകളിലുള്ളവർ നേതാക്കന്മാരാണ്. പൊതുവെ പറഞ്ഞാൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ കഴിയുന്ന എല്ലാവരും നേതാക്കന്മാരാണ്. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുക. അതിലൊന്നാമത്തേത് വെല്ലുവിളികളും കൊലവിളികളുമാണ്. ഈ നേതാക്കന്മാരുടെ ലിസ്റ്റിൽ നമുക്ക് അന്ത്യചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വക്താക്കളെയും ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ അതിലെ അവതാരകരെയും ഉൾപ്പെടുത്താം. അവർ നിർബന്ധമായിട്ടും വെല്ലുവിളികളും കൊലവിളികളും ഒഴിവാക്കേണ്ടതാണ്. അത് ഇൻസ്റ്റിഗേഷനാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് അതിലൂടെ സംഭവിക്കുന്നത്. അതൊരു കാരണവശാലും അനുവദനീയമല്ല. അത് ഡിവിസീവ് ഫോഴ്സുകളെ സൃഷ്ടിക്കുകയാണ്. ഡിവിസീവ് എന്ന് പറഞ്ഞാൽ ഈ വിഭജന മനസ്സുകൾ ഉണ്ടാക്കുകയാണ്. പൊതുജനങ്ങളുടെ മുൻപിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ആൾക്കാരാണല്ലോ നേതാക്കന്മാർ. അവർ സ്വാഭാവികമായിട്ടും ചിതറിക്കിടക്കുന്നത് ശേഖരിക്കേണ്ടവരാണ്, അകന്നു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കേണ്ടവരാണ്, അവർ എല്ലാം ഉൾക്കൊള്ളേണ്ടവരാണ്. ഒന്നിച്ചിരിക്കുന്നതിനെ അവരുടെ വാക്കിലൂടെ അകറ്റിക്കളയേണ്ടവരല്ല. ആ നിലയിലാണ് നമ്മുടെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെല്ലുവിളികൾ, കൊലവിളികൾ, അതുപോലെ അൺപാർലമെൻ്ററിയായ എന്ന് പറഞ്ഞാൽ സംസ്കാരശൂന്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒക്കെ അങ്ങേയറ്റം ഒഴിവാക്കേണ്ടതാണ്. ഈ പിതൃദോഷം പറയുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. ഇത് ലോകമെമ്പാടും എല്ലാ തരത്തിലുള്ള ആൾക്കാരും കേൾക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അധികാരസ്ഥാനത്തിലേക്ക് എത്തുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവരെക്കുറിച്ചാണ്. അവരൊരു കാരണവശാലും അധികാര ദുർവിനിയോഗം നടത്താൻ പാടില്ല. അവർ സ്വജനപക്ഷപാതത്തിന് അടിമകളാകാനും പാടില്ല. ഇതെല്ലാം ഏത് മുന്നണി ഭരിച്ചാലും കണ്ടുവരുന്ന കാര്യമാണ്. ചിലർ ഭരിക്കുമ്പോൾ അത് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർഹതപ്പെട്ട ആൾക്കാർ പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് യാതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഈ മതനേതാക്കന്മാരെയും സമുദായ നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് കേമന്മാരായ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരും പരസ്യമായിട്ട് അപമാനിക്കാൻ പാടില്ല. വിമർശിക്കുമ്പോൾ അത് കാര്യകാരണ സഹിതമായിരിക്കണം. ആവേശം കൊണ്ട് അപമാനിക്കാൻ പാടില്ല. വസ്തുതാപരമായ അല്ലാത്ത വിമർശനം പോലും നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. വായിൽ വരുന്നത് പോലെ പറയുന്ന രീതി നല്ലൊരു നേതാവിന് ചേർന്നതല്ല. മാത്രമല്ല, ഇപ്പോൾ ഒളിച്ചിരുന്ന് പറയുന്ന രീതിയാണ് വർദ്ധിച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അതിന് ഊരും പേരുമില്ലാതെ എന്തു വേണമെങ്കിലും പറയുന്ന രീതി, അത് ഒരു കാരണവശാലും ഒരു നേതാവിന് ചേരുന്നതല്ല. പക്ഷേ നേതാക്കന്മാർ പൊതുവെ അവരുടെ ഊരും പേരുമെല്ലാം പറഞ്ഞാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവരേത് രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ, മതവിശ്വാസം ഉള്ളവരോ ഇല്ലാത്തവരോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആരെക്കുറിച്ച് പറയുന്നോ അവരെ മാനിച്ചു വേണം സംസാരിക്കാൻ. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പ്രിയങ്കരനായ വലിയ നടനായ മമ്മൂട്ടി, അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്.
എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലോ പൊതുവായ പ്രതികരണങ്ങളിലോ ഒന്നും ആ പാർട്ടിയെ പ്രതിഷ്ഠിക്കുകയോ അതിനുവേണ്ടി വക്കാലത്ത് പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വലിയൊരു കലാകാരൻ, വലിയ ജനസ്വാധീനമുള്ളയാൾ, അതൊക്കെ നല്ലൊരു മാതൃകയാണ്. അങ്ങനെ നമുക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും എല്ലാം കഴിയും. ആ രീതിയിലേക്ക് നമ്മുടെ പൊതു നേതാക്കന്മാർ മാറേണ്ടതായിട്ട് ഉണ്ട്. നേതാക്കന്മാർ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം സ്പർദ്ധയും വിഭാഗീയതയും ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരമാണ്. അത് മതത്തെ കൂട്ടുപിടിച്ചായിരിക്കും, മതത്തെ എതിർത്തുകൊണ്ടായിരിക്കും. അതായത് കാര്യലാഭത്തിന് വേണ്ടിയിട്ട് വിഭാഗീയതയും വിഭജനവും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സംസാരം നല്ല നേതാക്കന്മാർ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അവർ നമ്മുടെ സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. രാജ്യത്തെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രദ്ധിക്കേണ്ടത്. അഖണ്ഡത വളർത്താനാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ മാത്രമേ ഒരു നാട് വളരുകയുള്ളൂ, ഒരു സമുദായം സമാധാനത്തിൽ ജീവിക്കുകയുള്ളൂ. നേതാക്കന്മാരെ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം അവർ പാവപ്പെട്ടവരെ വിസ്മരിച്ചു കളയുന്നു എന്നുള്ളതാണ്. അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ ബാധ്യസ്ഥരാണ്. കാരണം അവർ നിസ്സഹായരാണ്, അവർ അസംഘടിതരാണ്, അവരാവശ്യക്കാരാണ്, അവർ ശേഷി കുറഞ്ഞവരാണ്. അവർക്ക് നാഥരായി മാറേണ്ടവരാണ് നേതാക്കന്മാർ. അതുകൊണ്ട് പാവപ്പെട്ടവരെ അവഗണിക്കുന്ന ആ രീതിയാണ് നേതാക്കന്മാർ ഒഴിവാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവരേത് പാർട്ടിക്കാരാകട്ടെ, ഏത് ജാതിക്കാരാകട്ടെ, മതത്തിൽപ്പെട്ടവരാകട്ടെ, ആർക്കും പ്രശ്നമില്ല. അവരെല്ലാവർക്കും സ്വീകാര്യരായിട്ട് മാറും. അത്തരത്തിലുള്ളൊരു നേതൃ സംസ്കാരം കേരളത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്.